ഉപനിഷത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലേക്കൊന്നും കിടക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു സംശയം വരും. ശ്രേഷ്ഠമായി എന്ന് പറഞ്ഞാൽ ആരാണ് ശ്രേഷ്ഠൻ, എന്താണ് ശ്രേഷ്ഠത, ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം എന്താണെന്നൊക്കെ നമുക്കൊരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ ഏതാണ്ടൊരു ധാരണ നമുക്ക് കിട്ടും. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാറുണ്ട്, അവനവനും മറ്റുള്ളവർക്കും ഹിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ധർമ്മമാണ്, ശ്രേഷ്ഠമാണ്. നമ്മുടെ സംസ്കാരത്തില് പുരുഷാർത്ഥങ്ങളെ കുറിച്ച് 4 കുറിച്ച് പറയുന്നുണ്ട്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അത് ധർമ്മം വിട്ടൊരു കളിയില്ല. നമുക്ക് അധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മം എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു ഐഡിയ ഒക്കെ നമുക്കൊക്കെ ഉണ്ട്. ധർമ്മത്തിൽ ഊന്നിയല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് തൈത്തിരീയോപനിഷത്തില് സത്യം വദ ധർമ്മം ചര എന്ന് ഒരു 8 അക്ഷരമുള്ളൂ. സത്യം വദ ധർമ്മം. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം, കേൾക്കാനൊക്കെ സുഖമാണ്, പറയാനും എളുപ്പമാണ്. പക്ഷെ ആചരിക്കാൻ നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. തുടക്കത്തിൽ തുടങ്ങി അതൊരു ശീലമായാൽ വളരെ സുഖമാണ്. ഇതിൽ കൂടുതൽ മനുഷ്യർക്ക് വഴികാട്ടിയായിട്ടുള്ള ഒരു ഉപദേശം തരാനില്ല. ഈ 8 അക്ഷരം മാത്രം മതി ലോകം മുഴുവൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾ ഉണ്ടാവില്ല, കലാപങ്ങൾ ഉണ്ടാവില്ല, പരസ്പരമുള്ള കലഹങ്ങൾ ഉണ്ടാവില്ല, ദ്രോഹബുദ്ധി ഉണ്ടാവില്ല, ഇതൊന്നും ഉണ്ടാവില്ല. കാരണം ഈ സത്യം വദ ധർമ്മം ചര ഇങ്ങനെ 2 കാര്യങ്ങൾ നമ്മളെല്ലാവരും അനുഷ്ഠിക്കാൻ തുടങ്ങിയാൽ നമ്മൾ മാത്രം പോരാ. ഈ യുദ്ധത്തിനൊക്കെ ഇപ്പൊ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരും അതന്നെ ചിന്തിക്കണം, അവരും പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് ഈ ഉപനിഷത്തിനൊക്കെ ദേശകാലാതീതമായിട്ടുള്ള പ്രസക്തി ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം. അതാണ് സത്യം വദ ധർമ്മം ചര. ഇതൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അതിനവരെ ഉദാഹരണങ്ങളായിട്ട്, കഥകളായിട്ടാണ് ഭാഗവതത്തിലും മറ്റു പുരാണങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, എത്ര സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ എത്ര മനോഹരമായിട്ടാണ്, എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓരോ കഥയിലും അതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇത് എവിടുന്നാണ് തുടക്കം? ഇതിന്റെ പ്രപഞ്ചത്തിന്റെയും ഈ ഈശ്വരന്റെയും ഒക്കെ തുടക്കം എന്ന് പറഞ്ഞാൽ അനാദിയാണ്, അനന്തമാണെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷെ ഇതിനെല്ലാം ബേസ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ശ്രുതി അഥവാ വേദം. ശ്രുതി സ്മൃതി പുരാണാനാമാലയം എന്നൊക്കെ പറയുമ്പോൾ അതാ തുടക്കണം. ശ്രുതികള്, സ്മൃതികള്, പുരാണം, ഇതിഹാസം, ഇങ്ങനെ അനവധി ഗൃഹ്യസൂത്രം, ശ്രൗതസൂത്രം, ധർമ്മസൂത്രം, ഇങ്ങനെ ധാരാളം ഉണ്ട്. 100 കണക്കിനല്ല 1000 ഗ്രന്ഥങ്ങൾ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ഇപ്പോഴും നശിക്കാതെ ഉണ്ട്. ഇതിലേറ്റവും പ്രധാനമാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, വേദോഖിലോ ധർമ്മം മൂലം. ഇന്നത്തെ ധർമ്മത്തിനെല്ലാം മൂലമായിട്ടിരിക്കുന്നത് വേദമാണ്. അതിനെ നമ്മൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടുന്ന സമൂഹം ഒന്നും ആചരിക്കാതെ ഇരിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, ആചരിക്കുകയും വേണം. അതുകൊണ്ടാണ് ഒരു വിദ്യ അഭ്യസിക്കുമ്പോൾ അധീതി, ബോധ, ആചരണ, പ്രചാരണങ്ങൾ എന്ന് പറഞ്ഞ 4 വഴികൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടാവില്ല. അധീതി എന്ന് പറഞ്ഞാൽ ഒരു വിദ്യ, ഒരു വിഷയം നമ്മൾ പഠിക്കണം. ആദ്യം 5, 3, 8 ആണെന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് പിന്നെ മാത്തമാറ്റിക്സിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 2 + 2 = 4 എന്ന് പറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. അത് ബേസിക് ആയിട്ട് അത് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. എന്താണെങ്കിലും, ഇപ്പൊ ന്യൂട്ടന്റെ തിയറി ആണെങ്കിലും, സയൻസിലാണെങ്കിലും, മാത്സിലാണെങ്കിലും, ഏത് വിഷയത്തിലാണെങ്കിലും, വേദത്തിലാണെങ്കിലും, ഉപനിഷത്തിലാണെങ്കിലും, എവിടെയാണെങ്കിലും നമ്മൾ ആ കാര്യം ആദ്യം പഠിക്കണം. എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതാണ് അധീതി. ഇത് നമ്മൾ ധരിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക, കുറച്ച് പഠിക്കുക, ഉറപ്പിക്കണം. പിന്നെയാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത് ബോധം. അത് ഉള്ളിലിങ്ങനെ ഉരുവിട്ട് അതിനെക്കുറിച്ചൊരു കൃത്യമായിട്ട് ഐഡിയ ഉണ്ടാവണം. അതാണ് ബോധം എന്നവിടെ ഉദ്ദേശിക്കുന്നത്. ധാരണ കൃത്യമായിട്ട്, അധീതി, ബോധം ഉണ്ടാവണം, ഉറപ്പുണ്ടാവണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ശരിയാണ്, അതാണ് ശരിയായിട്ടുള്ള വഴി എന്നുള്ളതിനെ കുറിച്ചൊരു കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടാവണം. അതാണ് അധീതി, ബോധം എന്ന് പറയുന്നത്. പിന്നത്തെ വളരെ പ്രധാനമാണ്. അതാണ് ഇന്നില്ലാത്തത്. നമുക്ക് എല്ലാവർക്കും അറിയാം, സത്യം പറയാവൂ, ധർമ്മം ചെയ്യാവൂ എന്നൊക്കെ പറയും. പക്ഷേ ആചരണം ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻ്റ് എന്ന് പറയില്ലേ. വളരെ ജീവിതത്തിൽ നിന്നും അകന്നു നിൽക്കുകയാണ് ഇന്നത്തെ കാലത്ത്. നമ്മളൊക്കെ ധരിച്ചിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഒരു കൃത്രിമമായ ജീവിതം നയിച്ചാലേ സുഖം കിട്ടുള്ളൂ എന്നുള്ളത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല.
ആചരിക്കണം. ഈ പറഞ്ഞ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ, സത്യംവദ ധർമ്മജര തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, മറ്റതിനെ ഹിംസിക്കാതിരിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ത്യാഗം ചെയ്യുക, ഇതെല്ലാം നമ്മൾ ആചരിക്കണം. അതാണ് ഈ ഇതിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കാണിച്ചു തരുന്നത് ഭാഗവതം പോലുള്ള മഹാപുരാണങ്ങളിലൊക്കെ. അധീതി ബോധം ആചരിക്കുക. നമ്മളെല്ലാവരും ആചരിക്കാൻ തുടങ്ങിയാൽ നന്നായി. ഒരു 100 പേരിൽ 10 പേര് മാത്രം ഈ പറഞ്ഞ സത്യമത ധർമ്മം ചരാൻ മാത്രമായിട്ട് കാര്യമില്ല. ഒരു സമൂഹത്തിലെ ഭൂരിഭാഗം ആൾക്കാരും അതേ ദിശയിൽ നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സമൂഹത്തിന് ഉന്നതി ഉണ്ടാവും, പുരോഗതി ഉണ്ടാവും, ശാന്തി ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. അതാണ് ആചരണം. പിന്നെ അടുത്തതാണ് പ്രചാരണം, പ്രചരിപ്പിക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രഭാഷണങ്ങളൊക്കെ. ഇപ്പോൾ വൈശാഖത്തിലാണെങ്കിലും വേറെ സപ്താഹങ്ങളായാലും ഒക്കെ പ്രഭാഷണ പരമ്പരയൊക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയാ? പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ. അങ്ങനെയുള്ളൊരു സങ്കേതമാണ് ക്ഷേത്രം. ക്ഷേത്രം വെറുതെ വന്ന് തൊഴുത് പ്രസാദം മേടിച്ച് കൂടിയിട്ട് പോകാനുള്ളതല്ല. കലകളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്, സത്സംഗത്തിനുള്ളൊരു വേദിയാണ്. ഇതുപോലെയുള്ള പ്രഭാഷണങ്ങളിലൂടെ സാത്വികമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു വേദിയാണ്. അപ്പോൾ അധീതി ബോധാചരണ പ്രചാരണങ്ങളിൽ മാത്രമേ ഒരു കാര്യം ഭൂമിയിൽ നിലനിൽക്കുകയുള്ളൂ. പഠിച്ചാൽ മാത്രം കാര്യമില്ല, അപ്ലൈ ചെയ്യും. ഇതെല്ലാം വേദത്തിൽ പറയുന്നുണ്ട്. അതാണ് ശ്രുതി എന്ന് പറയുന്ന, വേദം എന്ന് പറയുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു 4 ഭാഗം ഉണ്ടെന്നുള്ളത്. സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല, കാരണം സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നത്തെ വളരെ പ്രധാനമാണ് സ്മൃതികൾ എന്ന് പറയുന്ന വലിയൊരു വിഭാഗമുണ്ട്. നമ്മൾ ഏറ്റവും പ്രസിദ്ധമായിട്ട് കേട്ടിട്ടുള്ളതാണ് മനുസ്മൃതി, ഒരു ഗ്രന്ഥമാണത്. ഇതുപോലെ ഇതിനേക്കാൾ മഹത്തായിട്ടുള്ള സ്മൃതി ഗ്രന്ഥങ്ങള്, സ്മാർത്ഥ ഗ്രന്ഥങ്ങൾ ഇപ്പോൾ ധാരാളം അവൈലബിൾ ആണ്. ഇപ്പോഴും അനവധി നശിച്ചു പോയി. യാജ്ഞവൽക്യ സ്മൃതി, പരാശര മഹർഷി ഉണ്ടാക്കിയ സ്മൃതി, ശങ്കര സ്മൃതി, ഇങ്ങനെ നിരവധി സ്മൃതികളുണ്ട്. പലതരം പ്രക്ഷിപ്ത ശ്ലോകങ്ങളും ഇന്ന് അനാചാരമായി മാറിയ സ്മൃതികളിലും ശ്ലോകങ്ങളും ധാരാളമുണ്ട്. സ്മൃതിയുടെ പ്രത്യേകത കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടതാണ് സ്മൃതികൾ. ശ്രുതി എന്ന് പറയുന്ന വേദം ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഉപനിഷത്തിലെ മന്ത്രം, ഇതുപോലെ എത്രയോ മന്ത്രങ്ങളുണ്ട് കേട്ടോ. ത്യാഗേനൈകേ അമൃതത്വമാനശ കർമ്മണാന പ്രജയാധനേന ത്യാഗേനൈകേ, ഇത് വേറൊരു ഉപനിഷത്തിലെ മന്ത്രമാണ്. അതുപോലെ ഈശാവാസ്യം തുടങ്ങുന്നത് തന്നെ ത്യാഗത്തെ കുറിച്ചാണ്. ഈശാവാസ്യം ഇതം സർവം. ഇതൊക്കെ ഒരു ഡ്രൈ ആയിട്ടുള്ള സബ്ജക്റ്റാ തോന്നും, പക്ഷെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈശാവാസ്യം ഇതം സർവം കിഞ്ച ജഗത്യാം ജഗൻ തേന ത്യക്തേന ഭുഞ്ജീതാണ്. നമ്മൾ ത്യാഗം ചെയ്ത്, അത് തന്നെയാണ് ഈ കവികളൊക്കെ ത്യാഗം തന്നെയാണ് നേട്ടം എന്ന് പറയുന്നത്. അപ്പൊ ത്യാഗം ചെയ്യുന്നവരുടെ മാത്രമേ അമരത്വം നേടാൻ ആവുകയുള്ളൂ. അതാണ് കർമ്മണാന പ്രജയാധനേന ത്യാഗേനൈകേ അമൃതത്വമാനശം. അമൃതത്വം, അമരത്വം, മൃതനല്ലാത്തൊരവസ്ഥയാണല്ലോ അമൃതത്വം. അങ്ങനെ എത്തണമെങ്കിൽ ത്യാഗം മാത്രമേ വഴിയുള്ളൂ. ത്യാഗം ചെയ്യുക, ത്യാഗം ചെയ്യാനാണ് യാഗം ചെയ്യുക എന്നും അർത്ഥം. അപ്പൊ അതൊക്കെ പറഞ്ഞിരിക്കുന്ന എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ധർമ്മസൂത്രങ്ങളാണ്. സൂത്രം എന്ന് പറഞ്ഞ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ കോഡുകൾ ചെറുതായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് സ്മൃതികൾ. ധർമ്മസൂത്ര ഗ്രന്ഥങ്ങളാണ് സ്മൃതികൾ. ആ സ്മൃതികളെ അവലംബിച്ചാണ് ജീവിക്കേണ്ടതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഈ സ്മൃതികളിലൊന്നും നമ്മൾ എഡിറ്റിംഗ് നടന്നിട്ടില്ല. അതാണ് ഒരു ചെറിയൊരു ചെറുതല്ല വലിയൊരു പോരായ്മയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് സ്മൃതിയിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷെ മനുസ്മൃതിയിലെ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. വിദ്യാർത്ഥിയും പേര് കേട്ടിട്ടുണ്ടാവില്ല. സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്ന ലോകത്തിൽ എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്ത് വേറൊരു ശ്ലോകത്തില് എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. സിമ്പിളാണ് അർത്ഥം. എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത്, എവിടെയാണോ, വളരെ സിമ്പിളാ. നാരി എന്ന് പറഞ്ഞാൽ സ്ത്രീ, എല്ലാവർക്കും അറിയാം. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. അവിടെ ദേവീദേവന്മാർ സന്തോഷത്തോടുകൂടി രമന്തേ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു, സന്തോഷമായിട്ട് ഇരിക്കുന്നു അർത്ഥം. അപ്പൊ നമ്മള് വേദത്തിലൊക്കെ
സ്ത്രീകൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയ മണിക്കൂറുകൾ വേണം. കാരണം അത്രയും ശ്രേഷ്ഠമായിട്ടൊരു പദവിയാണ് വേദത്തില്, അതുപോലെ ഉപനിഷത്തിലാണെങ്കിലും യാഗത്തിലാണെങ്കിലും ഒക്കെ സ്ത്രീകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനുസ്മൃതി എന്ന് പറയുമ്പോൾ ഉടനെ നമുക്ക് ഓർമ്മ വരിക നെഗറ്റീവായിട്ടുള്ള പോയിന്റാണ്. പക്ഷെ അങ്ങനെയല്ല, അതിൽ 90% കാര്യങ്ങളും നല്ല കാര്യങ്ങളാണ്, നല്ല ഉപദേശങ്ങളാണ്. അപ്പൊ അതാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ഈ കാലഘട്ടത്തിൽ പ്രസക്തമല്ലാത്തത് നമ്മൾ ഒഴിവാക്കണം. ഇതാണ് എങ്ങനെ ശ്രേഷ്ഠമായി ജീവിക്കണം എന്നതിന് ബേസിക് ആയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ഈ പറയുന്ന സ്മൃതികൾ. ആ സ്മൃതികളെയൊക്കെ അവലംബിച്ചാണ് ഭാഗവതത്തിലെ ജീവിതത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ സ്വധർമ്മം അനുഷ്ഠിക്കുന്ന ആൾക്കാരാണ് ശ്രേഷ്ഠനായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് സ്വധർമ്മം ശ്രേയ എന്നൊക്കെ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അവനവന്റെ ധർമ്മം ഏതാണോ അത് ചെയ്യുക. അവിടേക്ക് വലിയൊരു ചർച്ച വരുന്നൊരു വിഷയം തന്നിട്ടുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വർണ്ണാശ്രമ ധർമ്മങ്ങളെ കുറിച്ച്, 4 വർണ്ണങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇന്നൊക്കെ അത് വളരെ ട്വിസ്റ്റ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വർണ്ണ വ്യവസ്ഥയെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വർണ്ണ വ്യവസ്ഥയല്ല വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിലെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറഞ്ഞിരിക്കുന്നതിനെ കൃത്യമായി ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. വെറും ഒരു പോളിനിട്ട് ധാരാളം ഭസ്മം പൂശിക്കഴിഞ്ഞാൽ ഒരു ബ്രാഹ്മണനാവില്ല. ബ്രാഹ്മണന് വേണ്ട ചില ഗുണങ്ങൾ പറയുന്നുണ്ട്. അത് ഉള്ള ആൾക്കാരാണ് ബ്രാഹ്മണൻ. അതുകൊണ്ട് ജന്മന മറ്റുള്ള ജാതിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അവർ ബ്രാഹ്മണ്യം ഉണ്ടെങ്കിൽ അവരെ ബ്രാഹ്മണനായിട്ട് കണക്കാക്കണം. അതിന് വലിയൊരു ഉദാഹരണം പറയാം. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. മനുഷ്യന് മാത്രമല്ല ഈ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാരുള്ളത്. ഉദാഹരണം, നമ്മുടെ ഗുരുവായൂരപ്പന് ധാരാളം ആനകളുണ്ട്. ആനകളുടെ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പാലകാപ്യം, മാതംഗലീല തുടങ്ങിയിട്ടുള്ള അനവധി, ഹസ്തി ആയുർവേദം തുടങ്ങിയിട്ടുള്ള അനവധി ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഗ്രന്ഥങ്ങളില് ആനകളെ തരംതിരിച്ചിട്ടുണ്ട്. ബ്രാഹ്മണ ഗുണമുള്ള ആനകളെ. അപ്പൊ ബ്രാഹ്മണൻ എന്നത് മനുഷ്യൻ മാത്രമല്ല, ഒരു സ്വഭാവമാണത്. ആ സൽസ്വഭാവമുള്ള ആൾക്കാരൊക്കെ അതിൽ പെടും. ആനകളെ പറയുമ്പോൾ ബ്രാഹ്മണ ഗണത്തിൽപ്പെട്ട ആനകളെ പറയുന്നുണ്ട്. എല്ലാ കുതിരയാണെങ്കിലും കുതിരയുടെ ശാസ്ത്രത്തെക്കുറിച്ച്, അശ്വശാസ്ത്രത്തെക്കുറിച്ച് പറയുന്ന ധാരാളം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും കുറച്ചൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ വ്യവസ്ഥ ഒരു ജാതി തിരിച്ചല്ല ഉണ്ടായിരുന്നത്. ഇതെല്ലാം സ്മൃതിയിലാണ് പറഞ്ഞിരിക്കുന്നത്, സ്മൃതി ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ തെറ്റിദ്ധാരണ ഒഴിവാകുകയുള്ളൂ. അതാണ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. അപ്പൊ ആ ഓരോരുത്തർക്കും നമ്മൾ എന്താണോ ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നത് ചെയ്യുക എന്നർത്ഥം. കാലം മാറിയപ്പോഴും ഇന്നിപ്പോ IT ഫീൽഡാണ്, AI-യുടെ കാലഘട്ടമാണ്. അപ്പൊ അതൊക്കെ പഠിച്ചിരിക്കുന്ന ആൾ അത് ചെയ്യുക. അപ്പൊ അത്രയുള്ളൂ, അതാണ് അയാളുടെ ധർമ്മം. ഇപ്പൊ ധർമ്മം എന്ന് പറഞ്ഞാൽ അത്രയുള്ളൂ, അവരുടെ ഡ്യൂട്ടി എന്നർത്ഥം. അവനവന്റെ ധർമ്മത്തിൽ കൃത്യമായിട്ട് ആത്മാർത്ഥതയോടെ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ് വേദത്തിലും ഭാഗവതത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള 4 ജീവിതത്തിലെ ഘട്ടത്തിനെയാണ് 4 ആശ്രമങ്ങൾ എന്ന് പറയുന്നത്. ആശ്രമം എന്ന് പറഞ്ഞാൽ സന്യാസിമാർ ജീവിക്കുന്ന സ്ഥലത്തിനല്ല പറയുന്നത്. ജീവിതത്തിന്റെ 4 കാലഘട്ടമാണ് 4 ആശ്രമങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന് 4 എണ്ണുണ്ട്. ഇതെല്ലാം നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ഗാർഹസ്ഥ്യമല്ലാത്ത, ഗൃഹസ്ഥ ജീവിതമല്ലാത്ത കാലഘട്ടം എന്നല്ല. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ഈശ്വരനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യകൾ അഭ്യസിക്കുന്ന കാലഘട്ടം എന്നാണ്. ഭൗതിക വിദ്യകളാവാം, ഈശ്വരീയമായ വിദ്യകളാവാം, ദൈവികമായിട്ടുള്ള കലകളാവാം. ഇതെല്ലാം പഠിക്കുന്ന കാലഘട്ടത്തിനാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്ന ആശ്രമം. അല്ലാണ്ട് 10 വയസ്സ് വരെ 14 വയസ്സ് വരെ ബ്രഹ്മചര്യം അങ്ങനെയല്ല. അപ്പൊ പഠിക്കുന്ന കാലഘട്ടത്തിന് ബ്രഹ്മചര്യം എന്ന് പറയും. അതാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്ന ആശ്രമം. 4 ആശ്രമങ്ങളാണ് പറയുന്നത്, 4 ജീവിത ഘട്ടങ്ങൾ. അടുത്തത് വളരെ പ്രധാനമാണ്. നമ്മളൊക്കെ അത് മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്താണ് ഗാർഹസ്ഥ്യം? ഗൃഹസ്ഥാശ്രമം. ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞാൽ കുടുംബനാഥൻ ആയിട്ടുള്ള അവസ്ഥ. സാധാരണ ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് താല്പര്യമില്ലാതെ ആവാനുള്ള കാരണം ഇതിനെക്കുറിച്ചുള്ള അജ്ഞാനമാണ്. വിഷയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ എല്ലാ വിഷയത്തിലും നമുക്ക് താല്പര്യം ഉണ്ടാവും, ജ്ഞാനം വർദ്ധിക്കും. അപ്പൊ ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞാൽ
ബേസിക് ആയിട്ടുള്ള വിദ്യകളെല്ലാം അഭ്യസിച്ച് പ്രായപൂർത്തിയായി ഒരു ഇരുത്തം വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബം നയിക്കേണ്ട കാലഘട്ടത്തിനെയാണ് ഗാർഹസ്ഥ്യം അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മളിപ്പോഴും അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്കൂളും കോളേജിലും പഠിക്കുന്ന കാലം ബ്രഹ്മചാരിയാണ്, അത് കഴിഞ്ഞാൽ ഗൃഹസ്ഥനാണ്. കുടുംബമൊക്കെ നിലനിർത്തി സമൂഹത്തിനോട് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള വ്യക്തിയാണ് ഗൃഹസ്ഥൻ. സമൂഹത്തിൽ നിന്നും ഒരുപാട് ഗൃഹസ്ഥന് ലഭിക്കുന്നുണ്ട്, തിരിച്ച് സമൂഹത്തിനും കൊടുക്കേണ്ട ബാധ്യത ഉണ്ട്. പല ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് ഒരു സന്യാസിയേക്കാൾ കൂടുതൽ ഉത്തമനാണ് ഗൃഹസ്ഥൻ എന്ന് പറയാറ്. സന്യാസി ഒറ്റത്തടിയാണ്, ഈ സമൂഹത്തെ നയിക്കുകയാണ് സന്യാസിയുടെ ചുമതല. ആ സന്യാസിയെ കൂടി നിലനിർത്തി കൊടുക്കേണ്ടത് ഗൃഹസ്ഥന്റെ ചുമതലയാണ്. അതുകൊണ്ടാണ് സ്വാമിമാർക്കും സന്യാസിമാർക്കൊക്കെ യതിപൂജയൊക്കെ ചെയ്ത് പാദപൂജ ചെയ്ത് അവർക്ക് വെച്ച് നമസ്കാരമൊക്കെ ചെയ്യുന്നത്. അവരെ നിലനിർത്തിയാൽ മാത്രമേ ധർമ്മത്തെ സമൂഹത്തിൽ സത്യത്തിനും ധർമ്മത്തിനും വേണ്ട ഉപദേശം കൊടുക്കുകയും നേർവഴിക്ക് സമൂഹത്തെ നയിക്കുകയും ചെയ്യേണ്ട സന്യാസിമാരെ നിലനിർത്തേണ്ടത് ഗൃഹസ്ഥന്മാരാണ്. അതുകൊണ്ടാണ് ഗൃഹസ്ഥൻ സന്യാസിയേക്കാൾ ഒരു പടി മേലെയാണെന്ന് ഒരു പക്ഷമുണ്ട്, ഒരു തരത്തിൽ ചിന്തിച്ചാൽ. അപ്പൊ അതാണ് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം എന്ന് പറയുന്നത്. ഒരുപാട് ഡ്യൂട്ടി ഉണ്ട്. ഗൃഹസ്ഥാശ്രമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ വിവരണങ്ങൾ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഇതവിടെ നിൽക്കട്ടെ. പിന്നത്തെ വാനപ്രസ്ഥം. ഈ സന്യാസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യം വിചാരിച്ചത് ഈ പറഞ്ഞ പോലെ ഇന്നെല്ലാം ഒളിച്ചോടിയുടെ ഒരു കാഷായ വസ്ത്രം, കാഷായത്തിൽ കാവ്യ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇങ്ങനെ കറങ്ങി നിൽക്കുന്ന താടിപ്പൊടിയൊക്കെ, അങ്ങനെയൊന്നല്ല. വളരെ വിപരീതമാണ്. ഇന്നുള്ള ഒളിച്ചോടിയല്ല, സമൂഹത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നവരായിരിക്കണം ഒരു സന്യാസി അല്ലെങ്കിൽ സ്വാമിയാര് എന്നാണ് ശരിയായിട്ടുള്ള വിവരണം കൊടുത്തിരിക്കുന്നത്. വാനപ്രസ്ഥം എന്ന് പറയുന്നത് മൂന്നാമത്തെ ആശ്രമമാണ്, മൂന്നാമത്തെ ജീവിത കാലഘട്ടമാണ്. ഇത് സിസ്റ്റമാറ്റിക് ആയിട്ടാന്ന് പറയും. ഈ പുസ്തകങ്ങളൊക്കെ എഴുതി 2000-3000 കൊല്ലം മുൻപാണ് ഈ സ്മൃതികൾ പലതും. ചിലത് 1000-1500 കൊല്ലം മുമ്പായിരിക്കും. ഓരോന്നിനും ഓരോ കാലഘട്ടമാണ്. അപ്പോ വാനപ്രസ്ഥത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിട്ടയർഡ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. മക്കളും കൊച്ചുമക്കളൊക്കെ ആയി സ്വസ്ഥമായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് വേണ്ട പഠനങ്ങൾ നടത്തുക, റിട്ടയർ ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് വാനപ്രസ്ഥം. അത് വനവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറയും. അതെന്താ വെച്ചാൽ പണ്ടൊക്കെ ഈ സമൂഹത്തിൽ നിന്നും മാറി നിന്ന് ഇതിനെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ ആവുള്ളൂ. അതുകൊണ്ട് വാനപ്രസ്ഥം എന്ന് പറയുന്നത് കൊണ്ടാണ് കൃത്യമായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്വവും ചുമതലകൾ നിർവഹിച്ചതിന് ശേഷം കുട്ടികളെ ഏൽപ്പിച്ച് അവര് ഗൃഹസ്ഥന്മാരായിട്ട്, മക്കള് ഗൃഹസ്ഥന്മാരായിട്ട് മാറുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കണം. അതാണ് വാനപ്രസ്ഥം. ഇതൊക്കെ ഒരു ശ്രേഷ്ഠമായ ജീവിതത്തിൽ ഇതൊക്കെ നമ്മളിപ്പോഴും ജീവിക്കുന്നില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മൾ റിട്ടയർ ചെയ്ത ഒരു ടീച്ചറ്, അവര് പെൻഷൻ കിട്ടി, അവര് തീർത്ഥാടനമൊക്കെ നടത്തി, അവർക്ക് ഇഷ്ടമുള്ള ബാക്കിയുള്ളവർക്ക് ദോഷമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നതിനെയാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ അടുത്ത സ്റ്റേജാണ് സന്യാസം. നാലാമത്തെ 4 ആശ്രമങ്ങളെന്ന് പറയാം. ജീവിതം ഞാൻ പറഞ്ഞില്ല, ആശ്രമം എന്ന് പറഞ്ഞാൽ ജീവിത കാലഘട്ടം എന്നാണ് ഉദ്ദേശം. സന്യാസമാണ്. എല്ലാം വിട്ടുകഴിഞ്ഞാൽ സമ്യക്കായിട്ട് നശിച്ചവരാണ് സന്യാസി. കൃത്യമായിട്ട് ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചുമതല സന്യാസിക്കാണ്. അതുകൊണ്ടാണ് പണ്ട് രാജാക്കന്മാരുടെയൊക്കെ അഡ്വൈസറി ബോർഡിൽ ഋഷിമാരുണ്ടാവും, ചീഫ് അഡ്വൈസർ, വിശ്വാമിത്രൻ അല്ലെങ്കിൽ വസിഷ്ഠൻ എന്നൊക്കെ പറഞ്ഞ് ഈ കഥകളിലൊക്കെ കാണുന്നത്. അവർക്ക് കൃത്യമായിട്ട് ലോകത്തെ കുറിച്ച് അറിയാം. അവരിതെല്ലാം പഠിച്ച് മനസ്സിലാക്കി ഏതാണ്ട് ഒരു ത്രികാലജ്ഞാനമൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ മഹർഷിമാർ. അതുകൊണ്ടാണ് ഇന്നിപ്പോ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും മുഖ്യമന്ത്രിക്കും ഒക്കെ അഡ്വൈസറി ബോർഡുണ്ട് ഓരോ വിഷയത്തിലും. സയൻസിലാണെങ്കിലും എല്ലാത്തിലും ഉണ്ട്. അതുപോലെ പണ്ടുണ്ടായിരുന്നു നവരത്നങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? ഓരോ രാജാക്കന്മാർക്കും ഓരോ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഏതാണ്ട് മഹർഷി തുല്യമായ ജീവിതം നയിക്കുന്ന ആൾക്കാരെയാണ് ഈ അഡ്വൈസേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ സന്യാസിമാര്. അപ്പൊ അവര് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും അധികം ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് ഇതേ രീതിയിൽ ജീവിച്ചു പോവുകയാണെങ്കിൽ വളരെയധികം സമാധാനമായിട്ട് നമുക്കും എല്ലാവർക്കും ജീവിക്കാം. ഒരു ശ്ലോകമുണ്ട്, പണ്ട് പഠിച്ചതാണ്. പരിവർത്തിനി സംസാരെ, ചെറിയ ശ്ലോകമാണ്, 2 മിനിറ്റ് ക്ഷമിച്ചാൽ അത് കേൾക്കാം. അർത്ഥം ഞാൻ പറഞ്ഞുതരാം.
പരിവർത്തിനി സംസാരേ മൃതഃ കോവാന്ന് ജായതേ സ ജാതോ യേന ജാതേന യാതി വംശസമുന്നതിം. വളരെ അർത്ഥമുള്ള ഒരു ശ്ലോകം. എല്ലാ ശ്ലോകം അർത്ഥമുള്ളതാണ്. വളരെ അർത്ഥഗർഭമായ കാര്യങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്നു. പരിവർത്തിനി, ഈ സംസാരം, ഈ പ്രപഞ്ചം, ഈ പ്രകൃതി, ഈ ലോകം എപ്പോഴും പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ചലനാത്മകമാണല്ലോ നമ്മുടെ ഈ സമൂഹം, ജീവിതം, പ്രപഞ്ചം. ഈ സംസാരം പരിവർത്തിനിയായിട്ടുള്ള സംസാരത്തിൽ പരിവർത്തിനി സംസാരെ മൃതഹ്കോവാന്ന് ജായതനാണ്. കവി ചോദിക്കുകയാണ്, എത്ര ആൾക്കാർ ജനിക്കണം, എത്ര ആൾക്കാർ മരിക്കും അല്ലേ? ഒരു 50 കൊല്ലത്തിനുള്ളിൽ കോടിക്കണക്കിന് ആൾക്കാർ ജനിച്ചിട്ടുണ്ടാവും, മരിച്ചിട്ടുണ്ടാവും. നമ്മളറിയാമുണ്ട്, ആഫ്രിക്കയിലും അമേരിക്കയിലും യൂറോപ്പിലും എല്ലാ രാജ്യങ്ങളിലും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത്. ഇതൊന്നും ആരും അറിയുന്നേ ഇല്ല. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസാര സാഗരം എന്നുള്ളത്. അപ്പൊ അതാണ് മൃതഹ്കോവാന്ന് എത്ര ആൾക്കാർ ജനിക്കണോ മരിക്കണോ ആർക്കറിയാം ഇതൊക്കെ? ശരിയാണല്ലോ. അമേരിക്കയിൽ ഏതെങ്കിലും ചെറിയൊരു രാജ്യത്ത് അല്ലെങ്കിൽ ഏതൊരു ചെറിയൊരു സിറ്റിയിൽ ഒരാൾ ജനിച്ചു, കുറെ കാലം ജീവിച്ചു, മരിച്ചു, നമ്മൾ അറിയുന്നില്ല. അതുപോലെ കേരളത്തിലുള്ള ആൾക്കാരെ കുറിച്ച് അവരും അറിയുന്നില്ല. അപ്പൊ ഇത്രയും അനന്തമായിട്ടുള്ള അജ്ഞാതമായിട്ടുള്ള അനവധി കാര്യങ്ങളും ആൾക്കാരും ഇവിടെ ജനിക്കണോ മരിക്കണോ. പിന്നെ ചില ആൾക്കാർ ജനിച്ചു, ജീവിച്ചു, മരിച്ചു എന്ന് പറയാം. അതാരാന്നുള്ളതാണ് പറയുന്നത്. സജാതഃ, അയാൾ ജനിച്ചു, അയാൾ ജീവിച്ചിരുന്നു എന്ന് പറയാം. ആരാണെന്നറിയോ? ഏന ജാതേന, ആരാണോ ജനിച്ചിട്ട് നമ്മുടെ വംശത്തെ, മനുഷ്യവംശത്തെ അല്ലെങ്കിൽ ജീവികളുടെ വംശത്തെ സമുന്നതിയിലേക്ക് പ്രാപിപ്പിക്കുന്നത്, അപ്ലിഫ്റ്റ് ചെയ്യാന്ന് പറയും. നമ്മുടെ മനുഷ്യ സമൂഹത്തെ അല്ലെങ്കിൽ ജീവികളുടെ സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിച്ചത് ആരാണോ അയാൾ മാത്രമേ ജീവിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ? നമ്മളൊക്കെ കുറച്ച് കാലം കഴിഞ്ഞാൽ 50 കൊല്ലം കഴിഞ്ഞാൽ 50 വേണ്ട, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ 1 കൊല്ലം കഴിയുമ്പോൾ നമ്മളെ കുറിച്ച് ആൾക്കാർ മാറും. പക്ഷെ ഇപ്പോഴും നമ്മൾ മഹാത്മാഗാന്ധിയെ കുറിച്ച് ഓർക്കുന്നു, എബ്രഹാം ലിങ്കനെ കുറിച്ച് ഓർക്കുന്നു. അവിടെ ഒന്നും വേണ്ട. നമ്മളിപ്പോ വ്യാസൻ, വസിഷ്ഠൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ, ഭഗവാന്റെ അദ്ദേഹം അനാദിയാണ്, അനന്തമാണ്. നമുക്ക് അതിനെ കുറിച്ച് പറയാനേ ഇല്ല. നോ കമന്റ്സ്. അടുത്ത കാലത്ത് വരികയാണെങ്കിൽ നമുക്ക് ഐൻസ്റ്റീൻ, ന്യൂട്ടൺ തുടങ്ങിയിട്ടുള്ള സയന്റിസ്റ്റുകൾ ഉണ്ടായിരുന്നു, വ്യാസൻ തുടങ്ങിയിട്ടുള്ള മഹാകവികൾ ഉണ്ടായിരുന്നു, കാളിദാസനെ പോലുള്ള വലിയ ശ്രേഷ്ഠരായുള്ള എഴുത്തുകാരുണ്ടായിരുന്നു, ഷേക്സ്പിയർ ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. അതാണ് എന്തുകൊണ്ടാണെന്നറിയോ? സജാതോ ഏന ജാതേന യാതി വംശസം. ഏതെങ്കിലും തരത്തിൽ സമൂഹത്തെ ഉന്നതിയിലേക്ക് പൊക്കിക്കൊണ്ടുപോകാൻ ആർക്ക് കഴിയുമോ അയാൾ ജനിച്ചു. അങ്ങനെ ആവണം, എന്നാലേ ശ്രേഷ്ഠമായ ജീവിതമായി എന്ന് പറയാൻ പറ്റുള്ളൂ. അതിനെല്ലാവർക്കും ഒന്നും ഭാഗ്യം ഉണ്ടാവില്ല. അതിനാദ്യം പറഞ്ഞ പോലെ തലയിലെഴുത്ത് വേണം, യോഗം വേണം. പക്ഷെ ആ യോഗത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. നമുക്ക് പറ്റിയ നമ്മുടെ കുട്ടികളെ ആ വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. അതിന് ധാർമ്മികമായിട്ടുള്ള ജീവിതം അത്യാവശ്യമാണ്. ആ ജീവിതമാണ് നയിക്കണമെന്ന് ഭാഗവതത്തിലും പുരാണങ്ങളിലും വേദത്തിലും ഉപനിഷത്തിലും പറയുന്നു. വളരെ സിമ്പിളായി. അപ്പോൾ അങ്ങനെ സജാതോ ഏന ജാതേന യാതി വംശസമുന്നതി. അപ്പൊ വംശത്തെ വളരെ ആലോചിച്ച് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളത്. മനുഷ്യവംശത്തെ അല്ലെങ്കിൽ ജീവികളുടെ വംശത്തെ ലൈറ്റ് കണ്ടുപിടിച്ചുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചുകൊണ്ടാണ് എന്നെ നിങ്ങൾക്ക് ഇത്രയും വ്യക്തമായിട്ട് കാണുന്നത്. ഇങ്ങനെല്ലാം കണ്ടുപിടുത്തില്ല. ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്ന ശബ്ദം ലോകം മുഴുവൻ കേൾക്കുകയും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സംവിധാനം, ഒരു യന്ത്രം ഏതോ ഒരു മഹാത്മാവ്, ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ചുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും ഓർമ്മിക്കപ്പെടും. റേഡിയോ, TV ഇതുപോലുള്ള ഈ അറ്റം വരെ സെൽഫോൺ അടക്കം, മൊബൈൽ അടക്കം കണ്ടുപിടിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായത്. അപ്പൊ ആ കണ്ടുപിടിച്ച ആൾക്കാർ എന്നെന്നും ഓർമ്മിക്കപ്പെടും. അതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത്. നോക്കൂ, എത്രയോ നൂറുകണക്കിന് കൊല്ലങ്ങൾ മുമ്പ് എഴുതിയ ശ്ലോകമാണത്. എത്ര അന്വർത്ഥമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറയുന്നത്. ഇങ്ങനെ വേദവും സ്മൃതിയായാലും പുരാണങ്ങളായാലും അതിനെ അനുസന്ധാനം ചെയ്യുക, അതിൽ പറയുന്ന കാര്യങ്ങൾ വായിച്ച് പഠിച്ച് കുറച്ചെങ്കിലും ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം. അതാണ് ആചരണ പ്രചാരണം എന്ന് പറഞ്ഞ ആചരണം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതം ശ്രേഷ്ഠമായി എന്ന് പറയാൻ പറ്റും.
ഇതാണ് ഭാഗവതത്തിൽ പറയുന്നതിൽ ഒരു ഭാഗം. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ പുരുഷാർത്ഥങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. സമയം പരിമിതമുണ്ട്. പുരുഷാർത്ഥങ്ങൾ നമുക്കൊക്കെ അറിയാം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. കാരണം ബേസിക് ആയിട്ട് ലോകത്തിലെ എല്ലാ സമൂഹത്തിലും ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. 4 കാര്യങ്ങൾ ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയണമെന്നില്ല. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ആദ്യം ഞാൻ പറഞ്ഞ ധർമ്മത്തെ കുറിച്ച് പറഞ്ഞു. അവരവരും ബാക്കിയുള്ളവർക്കും ഗുണമുണ്ടാകുന്ന എന്ത് കർമ്മവും ധർമ്മമാണ്. അവരവനും മറ്റുള്ളവരും ദോഷവും വിഷമവും ഹിംസയും ദുഃഖവും ഉണ്ടാക്കുന്ന എല്ലാം അധർമ്മമാണ്. അതാണ് സിമ്പിളായിട്ടുള്ള എൻ്റെ ഡെഫിനിഷൻ. ധാരണ ധർമ്മം വെച്ച് അതിൻ്റെ ഡെഫിനിഷനൊക്കെ ടെക്സ്റ്റിൽ ഒരുപാട് പറയുന്നുണ്ട്. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ. പക്ഷെ ഇതൊക്കെ നമ്മളിപ്പോൾ ഈ 4 ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ചെറുതായിട്ട് ചുരുക്കി പറയാം. ധർമ്മം നമ്മൾ പറഞ്ഞു. ഞാൻ ആദ്യം അതിനെ കുറിച്ച് ചുരുക്കി പറഞ്ഞു. അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്നാണ് അർത്ഥം. അർത്ഥം എന്നുള്ള വാക്കിന് നിരവധി അർത്ഥങ്ങളുണ്ട്. ഇവിടെ അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്ന അർത്ഥം. സമ്പത്തില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഒരു സമൂഹത്തിൽ എല്ലാ വ്യക്തികൾക്കും സമ്പത്ത് വേണം. അത് സമ്പാദിക്കുന്നതിനുള്ള കണ്ടീഷനാണ് ആദ്യം പറഞ്ഞത്. നമ്മൾ ബാക്കിയുള്ളവരെ പറ്റിച്ചിട്ടോ ഉപദ്രവിച്ചിട്ടോ കൊലപ്പെടുത്തിയിട്ടോ വിഷമിപ്പിച്ചിട്ടോ നമ്മൾ സമ്പത്ത് ധനം ഉണ്ടാക്കരുത്. ധാർമ്മികമായിട്ട് വേണം. അതുകൊണ്ടാണ് ധർമ്മം എന്ന് പറഞ്ഞിട്ടാണ് അർത്ഥം എന്ന് പറയാൻ കാരണം. അപ്പം അർത്ഥം സമ്പാദിക്കണം. വേദത്തിൽ പറയുന്നത് നിങ്ങൾ ധാരാളം കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് സമ്പത്ത് ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് ഇതെല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് ഓടിപ്പൊക്കോളാനല്ല വേദത്തിൽ പറയുന്നത്. വേദത്തിൽ പറയുന്നത് ഇതാണ്. ധാർമ്മികമായിട്ട് അധ്വാനിച്ച് എത്രയോ മന്ത്രങ്ങളിൽ പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ. കൃഷി ചെയ്യൂ, എന്നിട്ട് ധാരാളം ധാന്യങ്ങൾ ഉണ്ടാക്കൂ എന്നൊക്കെ കൃത്യമായിട്ട് വേദത്തിൽ ഋഗ്വേദത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അർത്ഥം സമ്പാദിച്ച് എന്തിനു വേണ്ടിയാ സമ്പത്ത് ഉണ്ടാക്കണം? സുഖത്തിന് വേണ്ടി. നമ്മൾ എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നത് സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്. ആയുർവേദത്തിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സുഖാർത്ഥ സർവഭൂതാനാം സുഖം സുഖം ക്ഷോണീയ ഉള്ളവർ പറഞ്ഞിട്ടുണ്ട്. സുഖം സുഖം ക്ഷോണീയ നാഗമാക്കാൻ വേദസ് നിർമ്മിച്ച വിശിഷ്ട വസ്തു. ശ്ലോകം നല്ല രസമാണ്. സുഖം സുഖം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വലിയൊരു എന്തോ ഒരു സാധനത്തിനെ ഉണ്ടാക്കിയിരിക്കുകയാണ് ബ്രഹ്മാവ്. അതെങ്ങ് തിരഞ്ഞു തന്നെ ആയുസ് പോക്കുന്നു. ആയുസ് തീരാ. നമ്മൾ ഈ സുഖത്തിന്റെ പിന്നാലെ ഓടി ഓടി സുഖം നമുക്ക് ലഭിക്കുന്നില്ല. നമ്മുടെ പോക്കറ്റിലുണ്ട് സുഖം. നമ്മളത് അറിയാതെ അതിനെ അന്വേഷിച്ച് ഓടുമ്പോൾ ആ സുഖത്തിന് കിട്ടില്ല. അതാണ് നമ്മൾ നടക്കുന്നത്. ആയുസ് പോക്കുന്നു ഹതാശ നമ്മൾ. ഇത് സുഖത്തിനെ കുറിച്ചാണ്. അപ്പോ സുഖത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യർ എല്ലാവരും ജീവിക്കുന്നത്. യാതൊരു സംശയമില്ല. ദുഃഖം വേണമേ എന്ന് പ്രാർത്ഥിച്ച വളരെ അപൂർവം ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാലോ. എന്താ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഭഗവാൻ എപ്പോഴും ഓർക്കും എന്നുള്ളതുകൊണ്ടാണ് ദുഃഖം തരൂ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നില്ല, അകത്തേക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ധർമ്മം, അർത്ഥം, കാമം എന്ന് പറഞ്ഞാൽ സുഖം എന്നർത്ഥം. കാമം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അനുഭവിക്കുക. അതാണ് കാമം. വാക്കിന്റെ അർത്ഥം. എനിക്ക് 2 ലഡു തിരണമെന്ന് മോഹം ഉണ്ടെങ്കിൽ അതിന് ഇറ്റ് ഇസ് കാമ. ആ കാമം എന്നുള്ളത് വേണമെങ്കിൽ ധനം വേണം. ധനം വേണമെങ്കിൽ ധർമ്മം വേണം. അതുകൊണ്ടാണ് ധർമ്മം, അർത്ഥം, കാമം. ഈ കാമം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നമുക്ക് ഇഷ്ടമായിട്ടുള്ളത്, അത് സിനിമ കാണണം, അതൊരു കാമമാണ്. അതൊരു നമ്മുടെ ഒരു ഇഷ്ടമാണ്, ഒരു മോഹമാണ്. അതാണ് 3ാമത്തെ പുരുഷാർത്ഥം. ഇത് ഈ ക്രമത്തിൽ ധർമ്മത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടുന്ന സാധനമാണ് മോക്ഷം. അതിന് പ്രത്യേകിച്ച് ആദ്യം ഒരു പണിയൊന്നുമില്ല. അതാണ് മോക്ഷം. ഈശ്വരനുമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യത്തിലേക്ക് ലയിക്കുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. അല്ലാണ്ട് മോക്ഷം എന്ന് പറഞ്ഞാൽ എന്തോ കടിച്ചാൽ പൊട്ടാത്ത സാധനം എന്നല്ല. അപ്പൊ അത് എളുപ്പത്തിലായിട്ട് വളരെ എളുപ്പം. എത്ര കൊല്ലങ്ങൾ പഠിച്ചാൽ മനസ്സിലാക്കണേ. ഞാൻ ഒരു ക്യാപ്സ്യൂലാക്കി തന്നാണ്. നമ്മൾ വൈദ്യന്മാർക്ക് ഡോക്ടർമാർക്ക് അങ്ങനെ ചെയ്യണം. എല്ലാം ക്യാപ്സ്യൂലാക്കി തരും. അതുകൊണ്ട് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നുള്ളതിനെ കുറിച്ച് വളരെ ചുരുക്കി ഞാൻ പറയും. ഈ പുരുഷാർത്ഥങ്ങളെ ജീവിതത്തിൽ സാധിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അനുഭവിക്കുക, അത് വേണ്ട പോലെ അപ്ലൈ ചെയ്യുക, ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അതിന് ഇന്നത്തെ കലികാലത്തിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ജ്ഞാനവും വൈരാഗ്യവും എന്നല്ല, ഭക്തി. അതുകൊണ്ടാണ് ഈ ഭാഗവതത്തിൽ ഭക്തിയെക്കുറിച്ച്, ഭക്തിയുടെ ഒരു വലിയൊരു കഥാപാത്രമായിട്ട് അതിൽ വരുന്നുണ്ട്. ഭക്തിരേവ ഗരീയസി. ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഈ ഭക്തിയാണ് ലോക